ആറാട്ടുപുഴ പൂരത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ആറാട്ടുപുഴ ദേശത്തെ സംബന്ധിച്ചും ഇവിടുത്തെ അധിനായകനായ സാക്ഷാൽ ശ്രീ ശാസ്താവിനെ കുറിച്ചും ഏതാനും വാക്കുകൾ പറയുന്നതിൽ എന്തെങ്കിലും അപാകതകൾ വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൂരത്തെപ്പറ്റി പ്രതിപാദിക്കുകയാണ്. എന്താണ് ആറാട്ടുപുഴ പൂരം? എവിടെ നിന്നാണ് അത് തുടങ്ങിയത്? ആരാണ് അതിന്റെ അധിനായകന്മാർ? എങ്ങനെയാണ് പൂരം ദൈവിക ഛായയിൽ പൂണ്ട് ഒരു വലിയ ജനതയെ മുഴുവൻ ഏകീകരിപ്പിച്ചുകൊണ്ട് ഒരു സമഗ്രമായ ദേശീയ ഉദ്ഘാടനം, ദേശീയമായ ഉദ്ഗ്രഥനം നടത്തിക്കൊണ്ട് ഇന്നും നടന്നുപോരുന്നത്? ചുരുക്കത്തിൽ പറഞ്ഞാൽ ആറാട്ടുപുഴ പൂരത്തിന്റെ പഴക്കം നൂറ്റാണ്ടുകളല്ല, ആയിരത്താണ്ടുകളല്ല, അതിലുമപ്പുറം എത്രയോ ആയിരങ്ങൾ മറികടന്നു ചെന്നാൽ കേരളത്തിന്റെ ചരിത്രത്തിന്റെ അഗാധതയിൽ മുങ്ങിച്ചെന്നാൽ പോലും വ്യക്തമായ രേഖകളോടുകൂടിയോ ചിത്രങ്ങളോടുകൂടിയോ ഒരു ചരിത്ര വസ്തുത നമുക്ക് കാണുവാൻ സാധിക്കുക പ്രയാസമാണ്. പണ്ട് കേരളം ഗ്രാമ തലവന്മാരുടെ ഭരണകൂടത്തിൽ നടന്നു വന്നിരുന്ന കാലഘട്ടം. ഓരോരോ പ്രദേശങ്ങളും ഭരണത്തിന്റെ സൗകര്യത്തിനു വേണ്ടി കേരളം മുഴുവൻ 64 ഗ്രാമങ്ങളായി തരംതിരിച്ചു. ഈ 64 ഗ്രാമങ്ങളിലും അവിടുത്തെ പ്രധാന വൈദികരും പണ്ഡിതന്മാരും മാന്ത്രികന്മാരും തന്ത്രികളും അടങ്ങിയതായ ഒരു വലിയ ജനതതി ഈ ഗ്രാമത്തിന്റെ സർവസ്വമായ ക്ഷേമത്തിന് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ വടക്കേ ഇന്ത്യയിൽ ഓരോരോ ഋതുക്കളും ആചരിച്ചു പോന്നിരുന്നു. എല്ലാ ഋതുക്കളിലും ഉത്തരേന്ത്യ അതാത് ഋതു ഉത്സവം നടത്തിയിരുന്നു. അതിലേറ്റവും പ്രധാനമായി വസന്തോത്സവം ആണ് നടന്നു പോന്നിരുന്നത്. അത്തരത്തിലുള്ള വടക്കൻ പ്രദേശങ്ങളിൽ നടന്നിരുന്ന ആ വസന്തോത്സവത്തിന്റെ ഒരു പ്രതിരൂപമായിട്ടാണ് കേരളത്തിലും പൂരങ്ങളും അതുപോലെ തന്നെ പാനകളും തോറ്റങ്ങളും കാവുകളിലുള്ള പല വിധത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളും നിലനിന്നു പോന്നിരുന്നത്. അത് വിട്ട് ആറാട്ടുപുഴ പൂരത്തിനുള്ള പ്രത്യേകത വസന്തകാലമായ മീനം മേടം മാസങ്ങളിൽ മധ്യകേരളം മുഴുവൻ പൂത്തുല്ലസിക്കുന്നു. നദികളിൽ പാകത്തിന് വെള്ളം നിൽക്കുന്നു. കർഷകരിൽ അതിഗംഭീരമായ വിളവെടുപ്പ് നടന്നു കഴിഞ്ഞു. ഇനി സുഖിക്കാം, ആഘോഷിക്കാം എന്നുള്ള ഒരു ഉത്സവത്തിന്റെ ഛായ പ്രകൃതിയിൽ തന്നെ ഒരുക്കിക്കൊടുത്തതിന്റെ ഫലമായി ജനങ്ങളും ആഘോഷിക്കാൻ പുറപ്പെടുകയാണ്. കേരളത്തിലെ ഉത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവം മധ്യകേരളത്തിലെ പൂരങ്ങളാണ്. പൂരത്തിന് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് കാണുന്നതായിട്ടുള്ള വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, ഇവിടുത്തെ ആന എഴുന്നള്ളിപ്പാണ്. കാടുകളിൽ
അതുപോലെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ, ആഫ്രിക്കൻ മുതലായ രാജ്യങ്ങളിൽ ആനകളെ അക്രമത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി വലിയ വലിയ ശബ്ദങ്ങൾ, തകരപ്പാട്ടകളും തമ്പൂറുകളും കൊട്ടി ആനകളെ ഓടിപ്പിച്ചു വിടുമ്പോൾ കേരളത്തില് അതേമാതിരിയുള്ള ചെണ്ടകളെ അണിനിരത്തിക്കൊണ്ട് ആനകളെ ആകർഷിച്ച് സർവതരത്തിലുള്ള ആഭൂഷണങ്ങളും, നെറ്റിപ്പട്ടം, കൊട, കോലം, കഴുത്തിരമണി, കാലിലമണി തുടങ്ങിയ സ്വർണ സമാനമായ അലങ്കാരങ്ങളോടുകൂടി ആനകളെ അണിനിരത്തിക്കൊണ്ട് ഈ ഡ്രമ്മുകൾ, ചെണ്ടകൾ, അതിന്റെ ഉപവാദ്യങ്ങളായ കൊമ്പ്, കുഴൽ, താളം എന്നിവയെ എല്ലാം കലർത്തിക്കൊണ്ട് ഒരു മധുര ഗംഭീരമായ ശബ്ദത്തിന്റെ പ്രവാഹം മുഴക്കിക്കൊണ്ട് ഈ കാട്ടാനകളെപ്പോലും ആനന്ദ നിർവൃതിയിൽ ആടിപ്പിക്കാവുന്ന വിധത്തിലുള്ള മേളക്കൊഴുപ്പ് തീർക്കുകയും ആനകൾ മനുഷ്യരെക്കാൾ ഉപരി അതിന്റെ മൗനമൂകമായ ആസ്വാദനം നടത്തിക്കൊണ്ട് അതിന്റെ അംഗങ്ങളെ കൊണ്ട് ആ രസം ഉൽപ്പാദിപ്പിക്കുന്നതും ആസ്വദിക്കുന്നതും കാട്ടിക്കൊണ്ട് ചെവിയാട്ടുക, കാല് മാറ്റി മാറ്റി വയ്ക്കുക തുടങ്ങിയതായിട്ടുള്ള പല വിധത്തിലുള്ള ചേഷ്ടകളും കാട്ടിക്കൊണ്ട് ആന നിൽക്കുകയാണ്. അതാണ് അത്തരത്തിലുള്ള ഒരു അതിമഹത്തായ ഗവേഷണത്തിന്റെയും സൗന്ദര്യ വീക്ഷണത്തിന്റെയും നാദബ്രഹ്മത്തെ അതിന്റെ തനിരൂപത്തിൽ ആസ്വദിച്ചറിഞ്ഞ മേളവിദ്വാൻമാരുടെയും ഒരു സമ്മേളനമാണ് മധ്യകേരളത്തിൽ നടന്നു വരുന്നതായിട്ടുള്ള പൂരങ്ങൾ. അതിലും പ്രത്യേകിച്ച് പൂരങ്ങളുടെ മാതാവായ ആറാട്ടുപുഴയിൽ നടന്നു വരുന്ന ആറാട്ടുപുഴ പൂരം. ഈ പൂരത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ലെന്ന് ആദ്യം പറഞ്ഞെങ്കിലും ഒരു കാര്യം വളരെ വിസ്മയാവഹമായി തോന്നുന്നു. ആറാട്ടുപുഴ ശാസ്താവിന് അന്നും ഇന്നും ഒരേ സ്ഥാനം തന്നെ കൽപ്പിച്ചു പോരുന്നു. നാഴികക്കപ്പുറം, യുഗങ്ങൾക്കപ്പുറം, കൊല്ലങ്ങൾക്കപ്പുറം ഇവിടെ നടന്നു വരുന്ന ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾക്കും പൂരങ്ങൾക്കും പലവിധത്തിലുള്ള മാറ്റങ്ങളും ഉണ്ടായെങ്കിലും ആറാട്ടുപുഴ ശാസ്താവിനുള്ള സ്ഥാനം പൂരം ഉത്ഭവിച്ച അന്നു മുതൽ ഇന്നുവരെ നടക്കുന്നതായിട്ടുള്ള പ്രാധാന്യവും പ്രബലതയും ആർഭാടവും ആഘോഷവും അനുസ്യൂതം തുടർന്നു പോരുകയാണ്. അതാണ് ഈ ആറാട്ടുപുഴ ശാസ്താവിന്റെ ഒരു പ്രത്യേകത എന്ന് പറയാം. തുടക്കത്തിൽ ഇരട്ടയപ്പനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നിരുന്നു. ചേർപ്പിന്റെ ധനാഢ്യത്വം കാരണത്താല് ചേർപ്പുകാരും പെരുവനംകാരും എല്ലാം കൂടി പെരുവനം ഗ്രാമത്തിന്റെ ഗ്രാമദേവതയായ ഇരട്ടപ്പനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് മറ്റൊരിടത്തിലേക്കുമല്ല, 101 ദേവീദേവന്മാരിൽ വിട്ട് 100 ദേവീദേവന്മാർ അപ്പുറമുണ്ടായിരുന്നു. ആ കരകളിലേക്കൊന്നും ആറാട്ടുപുഴ ഇരട്ടേപ്പൻ പോയില്ല. ഇരട്ടേപ്പനെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്നത് മന്ദാര തീർത്ഥം സ്ഥിതി ചെയ്യുന്ന ആറാട്ടുപുഴ കടവിലേക്കാണ്. അവിടെ 100 ദേവന്മാരും അവിടെ വന്ന് ആറാടുകയും അവരാഘോഷപൂർവം പൂരം നടത്തുകയും മനുഷ്യ സഹജമായ സ്നേഹം പോലെ തന്നെ ദേവീദേവന്മാർ തമ്മിലുള്ള സ്നേഹവും പ്രേമവും അതുപോലെ തന്നെ ആദരവും ഗുരുശിഷ്യ ബന്ധവും സഹോദരീ സഹോദര ബന്ധവും എല്ലാം തന്നെ ജ്യേഷ്ഠാനുജ ബന്ധവും എല്ലാം മാനുഷിക മൂല്യങ്ങൾക്കും മൗലികമായ
വികാരങ്ങൾക്കും പകർത്തിക്കൊടുത്ത പോലെ ഇവിടുത്തെ ദേവന്മാരും സമ്മേളിച്ച് പിരിഞ്ഞു പോവുക എന്നുള്ളത് അത്ഭുതകരമായി മാത്രമേ ഒരു ചരിത്രകാരനോ ഒരു ഭക്തനോ ഒരു കലാകാരനോ ദർശിക്കാൻ സാധിക്കുകയുള്ളൂ. ആറാട്ടുപുഴ പൂരം എരട്ടേപ്പനിൽ നിന്ന് മാറി അധിനായകത്വം സാക്ഷാൽ ശ്രീരാമസ്വാമിക്ക് ലഭിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി മഹാരാജാവായി രാജകീയമായ പ്രൗഢിയോടെ ഇവിടെ എഴുന്നള്ളി വരുന്നു. ആ സംഭവവുമായി ശാസ്താവിന് വളരെയധികം പ്രത്യേകത വരികയാണ്. ഇതിനു മുന്നേ ശാസ്താവും ശിവനും കൂടിച്ചേർന്ന് ആറാട്ടുപുഴയെ ഒരു അലങ്കാര പൂരമാക്കി, ഒരു ചരിത്ര പ്രസിദ്ധമായ മേളയാക്കി, ദേവമേളയാക്കി മാറ്റിയെങ്കിൽ എരട്ടേപ്പന്റെ അഭാവത്തിൽ ശ്രീരാമസ്വാമിയാണ് ആ സ്ഥാനം ഏറ്റെടുത്ത് തന്റെ ഗുരുനാഥന്റെ സന്നിധിയിൽ വന്ന് വികാരപരമായ ആവേശത്തോടും ഭക്തിയോടും നമ്രതയോടും കൂടി വന്ന് ശാസ്താവിനെ കുമ്പിട്ട് അനുഗ്രഹാശിസ്സുകൾ നൽകി തന്റെ പ്രൗഢത തെളിയിപ്പിച്ചുകൊണ്ട് എല്ലാവരുടെയും ആശീർവാദം കൊടുത്തും വാങ്ങിയും ഇവിടെ വൈകുണ്ഠ തുല്യമായ ഒരു സഭാതലം ഒരുക്കുകയാണ്. എരട്ടേപ്പന്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ ഒരു മഹാകൈലാസം തീർത്തിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ ശൈവ ചൈതന്യം ഇന്നും അവിടെ നിലനിൽക്കുകയാണ്. ശ്രീരാമന്റെ വരവോടുകൂടി, ശ്രീ രാജാരാമന്റെ വരവോടുകൂടി ഈ ശ്രീ രാജാരാമൻ തന്റെ ഗുരുനാഥനെ വണങ്ങുവാൻ വേണ്ടിയിട്ട് ഉപവാസമെടുത്തുകൊണ്ട് അദ്ദേഹം പോരുന്ന സമയത്ത് ഇടത്തും വലത്തും തിരിഞ്ഞു നോക്കില്ല. ആരെന്ത് പറവച്ചാലും, നാണ്യപ്പറവച്ചാലും, മറ്റെന്ത് പറവച്ചാലും, എന്തെന്തെല്ലാം നിവേദ്യങ്ങൾ സമർപ്പിച്ചാലും അതൊന്നും തന്നെ കാണാതെ, നോക്കാതെ, ശ്രദ്ധിക്കാതെ തന്റെ ആചാര്യപദം കാണുക എന്നുള്ള ഒരൊറ്റ ശ്രദ്ധാലുവായിക്കൊണ്ട് നേരെ കൈതവളപ്പിൽ നിന്ന് വന്നതിന് ശേഷമേ അദ്ദേഹത്തിന് നിലവുള്ളൂ. അത്രയും ത്വരിതഗതിയിൽ ആവേശോജ്വലമായ രൂപത്തിലാണ് സാക്ഷാൽ ശ്രീരാമസ്വാമി ബ്രഹ്മസ്വരൂപമായ ദേശികനായ പരബ്രഹ്മസ്വരൂപിയും സാക്ഷാൽ ഗുരുവുമായ സർവഗുരുവുമായ ശ്രീ വസിഷ്ഠദേവനെ കാണാൻ വരുന്നത്. തന്റെ അരുമ ശിഷ്യൻ വരുന്നു എന്നറിഞ്ഞ് ആറാട്ടുപുഴ ശാസ്താവ് തന്റെ പൂരം കഴിഞ്ഞതിന് ശേഷം കാണാനുള്ള ത്വരയോടുകൂടി, ആവേശത്തോടുകൂടി നിൽക്കാൻ സാധിക്കാതെ തന്റെ ശിഷ്യൻ എവിടം വരെ എത്തി എന്ന് ആവേശപൂർവം ചെന്ന് കാണുന്നതായിട്ടുള്ള മനുഷ്യവികാരത്തെ വെല്ലുന്നതായിട്ടുള്ള ഒരു ആവേശമാണ് ബ്രഹ്മസ്വരൂപമായ സാക്ഷാൽ ശ്രീ ഗുരുദേവൻ വസിഷ്ഠൻ കാണിക്കുന്നത്. അവിടെയാണ് ഗുരു ശിഷ്യ ബന്ധത്തിന്റെ സുവർണ മാറ്റൊലി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മടങ്ങി വന്ന് നിരാശയോടി കൂടി അദ്ദേഹം നേരെ അകത്തേക്ക് പോയി വിശ്രമിക്കുകയല്ല, തന്റെ ശിഷ്യനെ കണ്ടു മാത്രമേ മടങ്ങുകയുള്ളൂ എന്ന പ്രതിജ്ഞാബദ്ധതയോടുകൂടി, സ്ഥിരതയോടുകൂടി, ആവേശത്തോടുകൂടി നിലപാട് നിൽക്കുന്നതായിട്ടുള്ള തറയിൽ നിന്ന് അദ്ദേഹം നിൽക്കുകയും ഒപ്പം തന്നെ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതായ പൂരങ്ങൾക്ക് നെടുനായകത്വം കൊടുത്തുകൊണ്ട് എല്ലാവിധത്തിലുള്ള സൂപ്പർവിഷനും നടത്തിക്കൊണ്ട് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് താൻ ഒരു സേവകനായും ഒരു ഗുരുവായും ഒരു അധ്യക്ഷ പദവിയിലും അവിടെ നിൽക്കുകയാണ്. അതാണ് ശാസ്താവ്. ശാസ്താവ് നിൽക്കുന്നതോടുകൂടി ചാത്തക്കുടം ശാസ്താവിന്റെ പൂരം അവസാനിച്ചാൽ ചാത്തക്കുടം ശാസ്താവും
മറ്റൊരു മഹർഷിയുടെ പ്രതീകമായ വിശ്വാമിത്രനായ ചാത്തക്കുളം ശാസ്താവും വസിഷ്ഠന്റെ പ്രതീകമായ ആറാട്ടുപുഴ ശാസ്താവും കൂടിച്ചേർന്ന് ചില നർമ്മ സംഭാഷണത്തിലൂടെ സമയം നീക്കി ശേഷം തന്റെ സഹോദര തുല്യമായ ചാത്തക്കുളം ശാസ്താവിനെ അധികാരമേൽപ്പിച്ചുകൊണ്ട്, നെടുനായകത്വം ഏൽപ്പിച്ചുകൊണ്ട്, തന്റെ ശിഷ്യൻ വരുവോളം നിൽക്കുവാൻ വേണ്ടിയുള്ള സകല ചുമതലകളും ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിലപാട് നിർത്തിക്കൊണ്ടാണ് അത്രയ്ക്കും വളരെ വ്യക്തമായ ആവേശവും സ്നേഹവും ഗുരുഭക്തിയും ശിഷ്യവാത്സല്യവും നിലനിർത്തിക്കൊണ്ടാണ് ആറാട്ടുപുഴ ശാസ്താവ് ഒന്ന് വിശ്രമിക്കാൻ പോകുന്നത്. ആ ഭാരം ഏറ്റുകൊണ്ട് ചാത്തക്കുളം ശാസ്താവ് നിൽക്കുന്നു. ചാത്തക്കുളം ശാസ്താവ് നിന്നു കഴിഞ്ഞാൽ സർവവിധത്തിലുള്ള രാജകീയ അലങ്കാരങ്ങളോടും എല്ലാവിധത്തിലുള്ള വാദ്യകോലാഹലങ്ങളോടും ജനങ്ങളെ മുഴുവൻ ഭക്തിയിൽ ആറാടിച്ചുകൊണ്ടുള്ള വരവോടുകൂടി സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ രാജാരാമൻ കൈതവളപ്പിൽ എത്തിച്ചേരുകയാണ്. കൈതവളപ്പിൽ എത്തിച്ചേർന്നാൽ എല്ലാ രാജകീയ പ്രൗഢതയും അവിടെ കാണിക്കുന്നു. പഞ്ചവാദ്യം, മേളം, അതിനു മുൻപ് വെടിക്കെട്ട് തുടങ്ങിയതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ആർഭാടങ്ങൾ ഒന്നും തന്നെ കുറവ് വരുത്താതെ എപ്രകാരമാണോ കോസല രാജ്യത്തിൽ ശ്രീരാമചന്ദ്രൻ എഴുന്നള്ളുന്ന സമയത്തുണ്ടാവുന്നത് അതേ രൂപത്തിൽ തന്നെ ആ സർവ സൗന്ദര്യവും ആർഭാടവും നിലനിർത്തത്തക്ക വിധത്തിൽ, സാധാരണക്കാർക്ക് കാഴ്ചവെക്കത്തക്ക വിധത്തിൽ ഇവിടെ തൃപ്രയാർദേവർ ആറാട്ടുപുഴയുടെ പുണ്യം പുരണ്ട മണ്ണിലേക്ക് എഴുന്നള്ളുകയാണ്. അവിടെ വന്ന് കഴിഞ്ഞാൽ തന്നെ ഏൽപ്പിച്ച ഭാരം നിറവേറ്റി കഴിഞ്ഞ് ചാത്തക്കുളം ശാസ്താവും ആറാട്ടുപുഴ ശാസ്താവിനെ കാണുവാൻ വേണ്ടി ദർശിക്കുവാനും നർമ്മസല്ലാപം പുലരുവോളം നടത്തുവാനും വേണ്ടി മറ്റു ദേവീദേവന്മാരോടൊപ്പം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ വിവിധ പൂരങ്ങളായി ലക്ഷ്മി ഭഗവതിയായ ഊരകത്തമ്മ തിരുവടിയോടുകൂടി ഭൂമിദേവിയായ ചേർപ്പ് ഭഗവതിയോടും കൂടി സാക്ഷാൽ വിഷ്ണു സ്വരൂപമായി ശ്രീരാമചന്ദ്രൻ മാറുകയാണ്. ആ വിഷ്ണു സ്വരൂപം ഈ ആറാട്ടുപുഴയുടെ പുണ്യ സ്ഥലത്തെ ഈ ഓരോ മൺതരിയെപ്പോലും പുണ്യപൂരിതമാക്കി തീർക്കുന്ന ഒരു വൈകുണ്ഠലോകമായി ഇവിടെ മാറുകയാണ്. 30 മുക്കോടി ദേവകളും യക്ഷ ഗന്ധർവ കിന്നര ഭൂത പ്രേതാദികളും എല്ലാം തന്നെ ആ ദിവ്യമായ ആ അനന്യസാധാരണമായ ആ സന്ദർഭം കാണുവാനും ആസ്വദിക്കുവാനും ഭക്തിപൂർവം നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങുവാനും ആറാട്ടുപുഴയുടെ ഈ പുണ്യഭൂമിയിൽ വന്ന് ചേരുകയാണ്. ഒരു കാര്യം പറയപ്പെടുന്നു, ആറാട്ടുപുഴ പൂരത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് ഒരു കാലത്ത് നിർബന്ധമുണ്ടായിരുന്നു. ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ അവൻ മരിച്ചതായി കണക്കാക്കുകയും അവന്റെ പിണ്ടം പോലും വെച്ച് 16 കൂട്ടി പിണ്ടം വെച്ച് കളയുക പോലും ചെയ്തിരുന്നതായ ഒരു കാലഘട്ടമുണ്ടായിരുന്നു അത്രേ. അത്രയ്ക്കും കേരളത്തിന്റെ എന്നു മാത്രമല്ല ഭാരതത്തിന്റെ കന്യാകുമാരി മുതൽ കാശിക്കപ്പുറം വരെയുള്ള ജനങ്ങൾ ഇവിടെ എത്തിയിരുന്നു എന്നുള്ളതിന് വളരെ വളരെ ഐതിഹ്യമായ പരമായ തെളിവുകളുണ്ട്. അതിൽ ഒരു വിഭാഗം പിതൃക്കളും പെടും. പിതൃക്കൾ അവരുടെ അനന്തരാവകാശികളെ എത്രയോ തലമുറകളായും ആയിരത്താണ്ട് തലമുറകളായും അറിഞ്ഞു കെടുക്കുന്നതായിട്ടുള്ള അവരുടെ പിന്നീട് വന്നതായിട്ടുള്ള തലമുറകളെ ഒന്ന് കണ്ടാസ്വദിക്കുവാൻ, അവർക്ക് അനുഗ്രഹിക്കുവാൻ വേണ്ടി പിതൃക്കളും ഇവിടെ ശിവലോകത്തിൽ നിന്ന് വന്നു ചേരുകയാണ്.
അതും കൂടി കാരണമാക്കിയിട്ടാണ് എല്ലാവരും പൂരത്തിന് വരണം. നിങ്ങളുടെ മുത്തച്ഛന്മാരെയും മുതുമുത്തച്ഛന്മാരെയും ആയിരക്കണക്കിന് നൂറുകണക്കിന് തലമുറകൾക്കപ്പുറം കിടക്കുന്നതായ പിതൃക്കൾ ഇവിടെ വരുമ്പോൾ അവർക്ക് കാണുവാൻ വേണ്ടി നിങ്ങൾ ഈ ആറാട്ടുപുഴയുടെ മണ്ണിൽ വന്ന് നിൽക്കണം. നിങ്ങൾ അവരെ കാണുന്നില്ലെങ്കിലും അവർ നിങ്ങളെ കാണും. നിങ്ങളെ കാണുവാൻ വേണ്ടിയാണ് അവർ വരുന്നത്. അതോടുകൂടി ദേവസംഗമത്തിൽ പരിപൂർണമായും പങ്കെടുത്തുകൊണ്ട് അവരുടെ ജീവിതം സാഫല്യമാക്കുവാൻ വേണ്ടിയിട്ടാണ് അവർ വരുന്നതും പോകുന്നതും. ഇതും ഈ ആറാട്ടുപുഴ മണ്ണിൻ്റെതായിട്ടുള്ള, ഈ ദേവഭൂമിയുടേതായിട്ടുള്ള, ഈ ശാസ്താവിന്റെ മണ്ണിലുള്ള ഒരു പ്രത്യേകതയാണ്. പൂരം കഴിഞ്ഞ് ദേവിമാരെല്ലാം ആറാട്ട് കഴിഞ്ഞ് ഗംഗാതീർത്ഥമായി പരിലസിച്ചു കൊണ്ടിരിക്കുന്ന മന്ദാരക്കടവിൽ, സപ്ത നദികളും സമ്മേളിച്ചു കൊണ്ടിരിക്കുന്നതായ ആറാട്ടുകടവിൽ, ആറാട്ടുപുഴ തീർത്ഥക്കടവിൽ, മന്ദാരത്തിന്റെ തീർത്ഥക്കടവിൽ, കോടി തീർത്ഥം കവിഞ്ഞൊഴുകുന്നതായ പരിപാവനമായ മന്ദാര തീർത്ഥത്തിൽ എല്ലാ ദേവിമാരും ശ്രീരാമനടക്കം ആറാടി കഴിഞ്ഞ് വിട ചോദിക്കുന്നത് ആറാട്ടുപുഴ ശാസ്താവിനോട് വിട ചോദിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തെ പ്രദക്ഷിണം വെച്ച് വിലാപത്തോടുകൂടി, സങ്കടത്തോടുകൂടി അടുത്ത കൊല്ലം കാണാമെന്ന വാഗ്ദാനവുമായിട്ടാണ് അവരെല്ലാവരും വികാരഭരിതരായ ദേവീദേവന്മാര് വിട ചോദിച്ചു പോകുന്നത്. അവസാനമായി സാക്ഷാൽ ഗുരുശിഷ്യ ബന്ധമാണ് അവിടെ നിൽക്കുന്ന മാലോകരെ കണ്ണീരിലാഴ്ത്തുന്നത്. ഗുരുശിഷ്യ ബന്ധത്തിന് ഇത്രയും പ്രാധാന്യമുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാം. അതിന് മറുപടി അവിടെ നടക്കുന്നതായ, അവിടെ എഴുന്നള്ളിച്ച് നടക്കുന്നതായ ആനകളാണ് മറുപടി പറയുന്നത്. 7 ഖണ്ഡങ്ങളെന്ന് ശ്രീരാമന്റെയും സാക്ഷാൽ ശ്രീ തൃപ്രയാർ ദേവരുടെയും ശ്രീ ശാസ്താവിന്റെയും ആനകൾ അന്യോന്യം അഭിമുഖമായി നിന്ന് വരുന്ന കൊല്ലത്തെ ജാതകം വിളിച്ചു പറയുന്ന സമയത്ത്, വരുന്ന കൊല്ലം പൂരം ഇന്ന ദിവസമാണെന്ന് വിളിച്ചു പറയുന്ന സമയത്ത് മിക്കവാറും പല കൊല്ലങ്ങളിലും ഈ 2 ആനകളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ വർഷമൊഴുകുന്നത് ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. ആ അന്തരീക്ഷം അത്രയും ജാജ്വല്യമായിട്ടുള്ള, വികാരഭരിതമായിട്ടുള്ള ആണ്. മനുഷ്യരെല്ലാം മൗനമുദ്രിതമായി, മൂകശാന്തരായി, ഭക്തിയിൽ കുളിച്ച് പുളകാങ്കിതരായി നിൽക്കുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് അടുത്ത കൊല്ലം പൂരം എന്ന് പറഞ്ഞതിന് ശേഷം തേവര് വന്നിട്ട് പോകുന്നത് വരെയുള്ള ആ വെടികളിൽ അവസാനത്തെ ആചാരവെടി മുഴങ്ങുന്നതും തേവർ റോട്ടിൽ കയറി മടങ്ങിപ്പോകുന്നതും. ശാസ്താവ് വ്യാകുലനായി, സന്തുഷ്ടനായി, മനസ്സംതൃപ്തിയോടെ വികാരഭരിതനായി മടങ്ങി വന്ന് ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് തലേ ദിവസം മുതൽ നടന്നു വന്നിരുന്നതായിട്ടുള്ള ആദ്യവസാനം പൂജകൾ മുഴുവൻ നടത്തിക്കൊണ്ട്, തലേ ദിവസം ഇവിടെ നിന്ന് ഷാരിക്കിലേക്ക് പോയി, ഷാരിക്കിൽ നിന്ന് തൊട്ടിപ്പാൾ പോയി, തൊട്ടിപ്പാളിൽ നിന്ന് ഇവിടെ വന്നിട്ടാണ് പൂജ നടത്തുന്നത്. അതിനുശേഷമുള്ള ഒരു ദിവസത്തെ 1.5 ദിവസത്തെ പൂജകൾ മുഴുവൻ ആരംഭം മുതൽ അവസാനം വരെ നടത്തി ശാസ്താവിന് അഭിഷേകാദികൾ നടത്തി പൂരം പരിസമാപ്തിയിലേക്ക് എത്തിക്കുകയാണ്. ഇതാണ് ആറാട്ടുപുഴ പൂരം. ഇത് ആറാട്ടുപുഴ പൂരം ഇന്ന് ടൂറിസ്റ്റുകളുടെയും മറ്റ് പല വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുകയും വിശ്വത്തിന്റെ നാനാ കോണുകളിൽ നിന്നും, അമേരിക്കയിൽ നിന്നും, സ്വിറ്റ്സർലൻഡിൽ നിന്നും, ഹോങ്കോങ്ങിൽ നിന്നും, റഷ്യയിൽ നിന്ന് പോലും, ചൈനയിൽ നിന്ന് പോലും ഇവിടെ ജനങ്ങൾ ഇന്ന് ഇതിനെപ്പറ്റി മാത്രം കേട്ട് ബുക്ക് ചെയ്ത്, ടൂറിസ്റ്റ് വിഭാഗത്തിൽ നിന്ന് ബുക്ക് ചെയ്ത് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകം മുഴുവൻ മുഴുക്കെ ഒരു പൂരം അരങ്ങേറുകയാണ്.
വിശ്വപ്രസിദ്ധമായി തീർന്ന ആറാട്ടുപുഴ പൂരം ഇനിയും എത്രയോ ഉയരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.